നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസാൻ 2024-നൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വാഹനം ഇപ്പോൾ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആകർഷണീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള നിസാൻ്റെ അതേ പ്രൈസിൽ പുത്തൻ നിസാൻ ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ്, ഒരുപാട് ടെക്നോളജി ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി പഴയ അതേ വിലയ്ക്ക് തന്നെ ഇന്ത്യയിലെ വാഹനപ്രേമികൾക്ക് ഈ വാഹനം നൽകാൻ ഈ ജാപ്പനീസ് നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഒരു കാർ, ഒരു ലോകം, ഒരു മാഗ്നൈറ്റ് എന്നാണ് അവരുടെ പരസ്യവാചകം തന്നെ. ഇന്ത്യയിൽ നിർമ്മിച്ച് 64 വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന നിസാൻ മാഗ്നൈറ്റിൻ്റെ വിശേഷങ്ങൾ ഒരുപാടാണ്. ശരിക്കും സബ് 4 മീറ്റർ സെഗ്മെൻറ്റിൽ, അതായത് 4 മീറ്ററിന് തൊട്ട് താഴെയുള്ള SUV ശ്രേണിയിൽ ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ്. മധ്യവർഗ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണിത്. ശരിക്കും ജാനുവരി 2024 നിസാൻ മാഗ്നൈറ്റ് ഒരു റെക്കോർഡ് നേടി. 1 ലക്ഷം നിസാൻ മാഗ്നൈറ്റ് യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റു എന്നുള്ളത്. 1.5 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സാണ് നിസാൻ മാഗ്നൈറ്റിനെന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഈ ഒരു ഒറ്റ വാഹനം കൊണ്ട് 2000-ലാണ് ഇവരിത് ലോഞ്ച് ചെയ്തത്. ഇടയ്ക്ക് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മേജർ ഫേസ് ലിഫ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷത്തിന് വലിയൊരു കാർ കിട്ടുന്നു എന്നുള്ളതാണ്. 33 വേരിയൻറ്റുകളിൽ, ഒരുപാട് പവർ ട്രെയിനുകളിൽ ഒക്കെയാണ് ഈ വാഹനം എത്തുന്നത്. റോഡിൽ ഇറങ്ങിയാൽ എവിടെയും നിസാനാണ്. നിസാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോൾഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട് എന്നുള്ള അവരുടെ ടാഗ് ലൈൻ. അവർ പരസ്യവാചകങ്ങളിൽ പറയുന്നത് പോലെ തന്നെ പുറമേ നിന്ന് നോക്കിയാലും ഉള്ളിൽ നിന്ന് നോക്കിയാലും വളരെ ബോൾഡായിട്ടുള്ള ഒരു സബ് 4 മീറ്റർ SUV തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ്. ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് SUV സെഗ്മെൻറ്റ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു മത്സരം, അല്ലെങ്കിൽ വാഹനപ്രേമികൾക്കിടയിൽ ഏറ്റവും അധികം അക്സെപ്റ്റൻസ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ് സബ് 4 മീറ്റർ സെഗ്മെൻറ്റ്, SUV സെഗ്മെൻറ്റ്. അപ്പോൾ അവിടെ ഒരു കരുത്തനായ ഒരു സാന്നിധ്യം കൊടുക്കാൻ ഈ ജാപ്പനീസ് കാർ മേക്കർക്ക് തീർച്ചയായിട്ടും നിസാൻ മാഗ്നൈറ്റിലൂടെ സാധിക്കും. ശരിക്കും $100 മില്യൺ വീണ്ടും 2024 അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2023 $600 മില്യൺ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു 2026 വരെയുള്ള ഒരു പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരു 7 സീറ്റർ SUV വരുന്നുണ്ട്, 5 സീറ്റർ SUV വരുന്നുണ്ട്, അതോടൊപ്പം ഒരു അഫോർഡബിൾ EV വരുന്നുണ്ട്. ഇങ്ങനെ വാഹന ശ്രേണികൾ കുറേ വരുന്നു. അതുപോലെ തന്നെ നിസാൻ എക്സ്ട്രയിൽ ഈ വർഷം തന്നെ അവർ ലോഞ്ച് ചെയ്തിരുന്നു, 4th ജനറേഷൻ നിസാൻ എക്സ്ട്രയിൽ. ഇങ്ങനെ നിസാൻ എന്ന ജാപ്പനീസ് കാർ മേക്കറിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ശക്തമാണ്. ഇന്ത്യയിൽ ഹാപ്പി കസ്റ്റമേഴ്സ് അവർക്ക് ഒരുപാടാണ്. ജാനുവരി 2024 1 ലാക്ക് നിസാൻ മാഗ്നൈറ്റ് യൂണിറ്റാണ് അവർ ഇവിടെ സോൾഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ റെക്കോർഡാണ്. കാരണം ഇവിടുത്തെ ഒരു മത്സരം അത്രയ്ക്കുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നമുക്ക് വോയിസ് ഓവറായിട്ട് കൊടുക്കാം. കാരണം ശരിക്കും ഇവിടെ ഒരു 5 കാറുകൾ മാത്രമാണുള്ളത്. ഒരുപാട് പേർ ഷൂട്ടിങ്ങിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പുത്തൻ നിസാൻ മാഗ്നൈറ്റ് എത്തുന്നത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാവുന്ന 20-ലധികം ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് കൊണ്ടാണ്. ഈ വിലയ്ക്കുള്ള ഒരു വാഹനത്തിൽ ഇത്രയധികം മികച്ച ഫീച്ചേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആകർഷണീയത തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഭംഗിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട നിസാൻ മാഗ്നൈറ്റിൻ്റെ മുൻഭാഗത്ത് ഒരു ഫേസ് ലിഫ്റ്റാണ്. ശരിക്കും ആ ഒരു ഗ്രില്ലൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പം ഡ്യുവൽ ടോൺ ഫിനിഷോട് കൂടിയിട്ടുള്ള ഗ്രിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് സ്കിഡ് പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ LED പ്രൊജക്ടർ ഓട്ടോ ഹെഡ്ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും LED ആണ്. മറ്റൊന്ന് പറയാനുള്ളത് ഇതിൻ്റെ LED ടെയിൽ ലാമ്പാണ്. ഇതിലെ 3D ഹണികോംബ് എഫക്റ്റൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ ആകർഷണീയമായ ഒരു ടെയിൽ ലാമ്പാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ കീ, ഇൻ്റലിജൻറ്റ് കീ, പ്രീമിയം ഇൻ്റലിജൻറ്റ് കീ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും വാഹനത്തിൽ നിന്നും 1 മീറ്റർ 80 സെൻറ്റിമീറ്റർ, അതായത് 1.8 മീറ്റർ അകലത്തിലേക്ക് പോകുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കലി ലോക്കാവുകയും അതുപോലെ തന്നെ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ അടുത്തേക്ക് വരുമ്പോൾ വാഹനം അൺലോക്ക് ആവുകയും ചെയ്യും. അതും നല്ലൊരു സംഗതിയായിട്ട് പറയണം. അതുപോലെ തന്നെ ആർക്കിമീസിൻ്റെ സൗണ്ട് സിസ്റ്റം, 3D സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ എക്സ്റ്റീരിയർ നോയ്സ് ഇൻസുലേഷൻ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ക്യാബിൻ സൂപ്പർ സൈലൻ്റ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. എന്തായാലും വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടുത്ത ആഴ്ച തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിച്ച ശേഷം അത് എത്രത്തോളം മികച്ചതാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ 360 ഡിഗ്രി ലെതറൈറ്റ് അപ്പോൾസ്ട്രി എന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫുൾ ലെതർ ഇൻസ്ട്രുമെൻറ്റ് പാനൽ, ഡാഷ്ബോർഡിലാണെങ്കിലും
ട്രിംസിലാണെങ്കിലും ലെതർ, അതുപോലെ തന്നെ ഗിയർ നോബിലാണെങ്കിലും ഒക്കെ തന്നെ ലെതറൈറ്റ് അപ്പോൾസ്റ്ററി കൊടുത്തിരിക്കുന്നു എന്നവർ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഗാർഡ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള പ്രീമിയം മോഡുലർ ലെതറാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. സൂര്യപ്രകാശം കൊണ്ട് ഇതിനകത്ത് ഈ ആർട്ടിഫിഷ്യൽ ലെതറൈറ്റ് അപ്പോൾസ്റ്ററി ചൂട് പിടിക്കുന്നത് 10% കുറയ്ക്കുന്നു എന്നും ഇന്റീരിയർ ക്യാബിൻ കൂളായി ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, 3 സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എല്ലാ സീറ്റുകൾക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐസോഫിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. 360 അറൗണ്ട് വ്യൂ മോണിറ്റർ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഇലക്ട്രോണിക് ബേസിലെസ് ഓട്ടോ ഡിമ്മിങ് IRVM ആണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് മികച്ചൊരു സംഗതിയാണെന്ന് തന്നെ പറയാം. കാരണം വാഹനത്തിൽ സ്വമേധയാ ഓട്ടോ ഡിമ്മിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ രാത്രികാലങ്ങളിലെ അപകടങ്ങൾ ഒരുവിധം ഒഴിവാക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ പറയുന്നു. അപ്പോൾ ശരിക്കും 336 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ. നമുക്കപ്പോൾ സെക്കൻഡ് റോ ടംബിൾ ചെയ്താൽ അത് 690 ലിറ്റർ വരെ വികസിപ്പിക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ പുതിയ കാര്യങ്ങളാണ്, എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. SUV സെഗ്മെൻറ്റിൽ ഗെയിം ചേഞ്ചറായ നിസാൻ മാഗ്നൈറ്റ് 2024 ഒരു മേജർ ഫേസ് ലിഫ്റ്റ് നടത്തി. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ കളറായിട്ട് അവർ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിറം കൊണ്ടുവന്നു, സൺറൈസ് കോപ്പർ ഓറഞ്ച്. ശരിക്കും ഈ നിറത്തിൽ ഈ വാഹനം കാണാൻ ഒരു രക്ഷയില്ലാത്ത ഒരു റോഡ് പ്രസൻസും ഒരു എക്സ്റ്റീരിയർ ലുക്കും ഒക്കെയാണ് ഈ ഒരു നിറത്തിൽ, അതായത് സൺറൈസ് കോപ്പർ ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു നിറത്തിൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ കളർ കൂടിയായിട്ടുള്ള ഈ നിറത്തിലാണ് ഈ പുത്തൻ നിസാൻ മാഗ്നൈറ്റ് ഏറ്റവും അധികം ഭംഗിയിലുള്ളത്. നിസാൻ മാഗ്നൈറ്റ് 2024 നമുക്ക് ലഭിക്കുന്നത് 13 നിറങ്ങളിലാണ്. ഇതിൽ 8 നിറങ്ങൾ മൊണോട്ടോൺ കളറുകളിലാണ്, 5 നിറങ്ങൾ ഡ്യുവൽ ടോൺ ഓപ്ഷനിലാണ്. 2024 പുത്തൻ നിസാൻ മാഗ്നൈറ്റ് ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണലായി വന്നിരിക്കുന്ന പുത്തൻ മാഗ്നൈറ്റ് പഴയ നിസാൻ മാഗ്നൈറ്റിൻ്റെ വിലയിൽ തന്നെയാണ് ലഭ്യമാകുന്നത്. ഇത് ആദ്യത്തെ 10,000 ഡെലിവറിക്ക് മാത്രമാണ് നിർമ്മാതാക്കൾ നൽകുന്നത്. ഇതൊരു സ്പെഷ്യൽ ഇൻട്രൊഡക്ടറി ഓഫറാണ്. അപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട്, ടെക്നോളജി ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട്, ലക്ഷറി കംഫർട്ട് ഇതൊക്കെയും അവർ അഡീഷണലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ബോൾഡർ ലുക്കിലാണ് വാഹനം എത്തുന്നത്. അപ്പോൾ പഴയ വിലയ്ക്ക്, അതായത് 5,99,900 രൂപ, 6 ലക്ഷത്തിന് 1 രൂപ കുറവുള്ള എക്സ് ഷോറൂം പ്രൈസിൽ ഇപ്പോൾ ഈ വാഹനം സ്വന്തമാക്കുന്നത് ആദ്യത്തെ 10,000 ബുക്കിങ്ങിനല്ല, ആദ്യത്തെ 10,000 വാഹന ഡെലിവറിക്കാണ് അവർ ഈ ഒരു ഓഫർ നൽകുന്നത്. അതായത് ജസ്റ്റ് ബുക്ക് ചെയ്താൽ മാത്രം പോരാ, വാഹനം സ്വന്തമാക്കുന്ന ആദ്യത്തെ 10,000 പേർക്ക്, അതായത് ഇന്ത്യയിൽ ഒട്ടുക്കുള്ള ആദ്യത്തെ 10,000 പേർക്കാണ് ഈ ഒരു ഓഫറിൽ ഇപ്പോൾ നിസാൻ മാഗ്നൈറ്റ് ലഭ്യമാകുക. അത് ശരിക്കും മികച്ച ഒരു വില തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് 13 വേരിയൻറ്റുകളാണ്. ഈ 13 വേരിയൻറ്റുകളിൽ ശരിക്കും പുത്തൻ നിസാൻ്റെ ബാക്കിയുള്ള വേരിയൻറ്റുകളുടെ പ്രൈസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ, 10,000 രൂപ, ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ പഴയ നിസാൻ മാഗ്നൈറ്റിൽ നിന്നും. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇവർ ഈ ഇൻട്രൊഡക്ടറി പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കുന്നത് ഏത് മോഡലുകൾ സ്വന്തമാക്കിയാലും ഈ വിലയിൽ കിട്ടണമെങ്കിൽ ആദ്യത്തെ 10,000 ഡെലിവറിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നു എങ്കിൽ മാത്രമാണ്. എന്തായാലും എല്ലാ വേരിയൻറ്റുകളുടെയും ഒരു വിലയുടെ ഒരു ഡിസ്പ്ലേ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 6 എയർ ബാഗുകളുണ്ട്. അതുപോലെ തന്നെ ഹൈ ടെൻസിൽ സ്റ്റീൽ കേജ് ബോഡിയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വെഹിക്കിൾ ഡൈനാമിക് കൺട്രോളുണ്ട്, അത് സ്റ്റാൻഡേർഡായ ഫീച്ചറായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ABS വിത്ത് EBD, ടയർ പ്രഷർ മോണിറ്റർ, 3 സീറ്റ് ബെൽറ്റ് ഫോർ ഓൾ സീറ്റ് എന്നുള്ള സംഗതികളെല്ലാം തന്നെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് സെൻസിങ്, ഓട്ടോ ഡോർ ലോക്ക് എന്നിങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എല്ലാം തന്നെയും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. മറ്റൊന്നെന്ന് പറയാനുള്ളത്, ഇതിനകത്തേക്ക് 17.78 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഡിജിറ്റൽ മൾട്ടിഫങ്ഷണൽ ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 20.32 സെൻറ്റിമീറ്ററാണ്.
ഉള്ളത്. അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറയാനായിട്ടുള്ളത് മൾട്ടി കളർ ആംബിയൻ ലൈറ്റ്, ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. 4 ആംബിയൻ ലൈറ്റുകളാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെലക്ട് ചെയ്യുന്ന ആംബിയൻ ലൈറ്റ് അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന ഒരു വാഹനത്തിൽ ഇത്രയധികം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ തീർച്ചയായിട്ടും പറയുന്നു. വാഹനം എത്തുന്നത് 18 വേരിയൻറ്റുകളിലാണ്. 4 പവർ ട്രെയിൻ ഓപ്ഷനാണ് ഈ വാഹനത്തിലേക്കുള്ളത്. 1 ലിറ്റർ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലും ഈസി ഷിഫ്റ്റിലും, അതായത് ഓട്ടോമാറ്റിക് ഷിഫ്റ്റിലും ഈ വാഹനം ലഭിക്കും. അതുപോലെ തന്നെ 1 ലിറ്റർ ടർബോ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലും കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലും ഈ വാഹനം ലഭിക്കും. അപ്പോൾ ധാരാളം വേരിയൻറ്റുകൾ, ധാരാളം പവർ ട്രെയിൻ ഓപ്ഷനുകൾ, ഇതൊക്കെയാണ് നിസാൻ മാഗ്നൈറ്റിനെ എല്ലായ്പ്പോഴും സാധാരണ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് ഇതിൻ്റെ നിർമ്മാണ യൂണിറ്റ്. ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വാഹന ബ്രാൻഡ് എന്ന നിലയിൽ നിസാൻ മാഗ്നൈറ്റ് ഏറെ പ്രിയപ്പെട്ടതാകും, ഇനിയും പ്രിയപ്പെട്ടതാകും. അതായത് അവരുടെ ഒരു 2026 വരെയുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ഗ്രോത്ത് ആണ്. അപ്പം ഇനി ഇവരിൽ നിന്നും 2 SUVകൾ വരാൻ പോകുന്നു. 5 സീറ്ററിലും 7 സീറ്റർ കോൺഫിഗറേഷനോട് കൂടിയിട്ടുള്ള 2 SUVകൾ വരുന്നു. അതുപോലെ തന്നെ ഒരു അഫോർഡബിൾ EV വരുന്നു. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ വലുതാകും എന്ന് തന്നെ കരുതാം. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്. വിശദമായിട്ടുള്ള വീഡിയോ ടെസ്റ്റ് ഡ്രൈവിൽ ഇടുന്നതായിരിക്കും. നിസാൻ മാഗ്നൈറ്റിനെ കുറിച്ച് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അനുഭവങ്ങൾ, ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഉള്ള വിശദമായിട്ടുള്ള റിവ്യൂ എല്ലാം തന്നെയും ഉടൻ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കർക്കടുവ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.